നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നെയും LDF-നെയും പോലെ തന്നെ BJP-ക്കും നിർണായകമാണ്. കേരളത്തിലെ NDA-ക്കും 2026 തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ CPM-ഉം UDF-ഉം എല്ലാം, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് പിടിച്ച് കളിക്കുമ്പോൾ ചില ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിലെ BJP-യും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ ആകർഷിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോകേണ്ടതില്ല എന്നുള്ള നിലപാട് BJP ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ക്രൈസ്തവർക്ക് പൊതുവെ BJP-യോടുള്ളൊരു വിശ്വാസം കുറഞ്ഞു വരുന്നതായി ആ പാർട്ടിക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ആ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ കഴിഞ്ഞുവെന്നും, കാരണം അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കേരളത്തിലെത്തിയപ്പോൾ അവർ രാജീവ് ചന്ദ്രശേഖരെ പോയി കണ്ട് നന്ദി പറഞ്ഞ കാര്യവുമെല്ലാം, അല്ലെങ്കിൽ ആ നന്ദി പറഞ്ഞ സംഭവമെല്ലാം BJP തങ്ങൾക്ക് പോസിറ്റീവായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നത് മറ്റൊരു ദിശയിലുള്ള പ്രവർത്തനമാണ്. കത്തോലിക്ക സഭയിലെയും കത്തോലിക്ക ഇതര ക്രൈസ്തവ സഭകളിലെയും പുരോഹിതന്മാരുടെ സ്ക്വാഡുകൾ ഉണ്ടാക്കി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുരോഹിതന്മാരുടെ സ്ക്വാഡുകൾ, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഒരു കൂട്ടത്തെ തങ്ങൾക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പ്രചരണത്തിലിറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അതിനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളും ചില ക്യാമ്പുകളുമെല്ലാം BJP സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഭാഗങ്ങളിൽ നടത്തിയെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയിലും അല്ലെങ്കിൽ പാലയ രൂപതയിലും ഉള്ള, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയിലൊക്കെ ഉള്ള ചില പള്ളിയിലച്ചന്മാരെ, ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരെ BJP-യുടെ പ്രചരണ സ്ക്വാഡിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് മാർത്തോമാ സഭകളിലെ, പെന്തക്കോസ് സഭകളിലെയൊക്കെ ഈ ഒരു പുരോഹിതരെ തങ്ങളുടെ സ്ക്വാഡിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് അവരെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ ഇറക്കി ഒരു പ്രചരണം നടത്താനുള്ള നീക്കം BJP ഇപ്പോഴേ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രൂപരേഖ, മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. അതിന് കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക ഇതര സഭകളുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണയുമുണ്ട്, ചില കേന്ദ്രങ്ങളിലെ പിന്തുണയുണ്ട്. എല്ലാവരുടെയും അല്ല, ചില ബിഷപ്പുമാരും ചില പുരോഹിതരും ഇക്കാര്യത്തിൽ BJP-യെ അനുകൂലിക്കുന്നുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖറുമായി വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള ചില ബിഷപ്പുമാരും ചില പുരോഹിതരുമൊക്കെ കേരളത്തിലുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്, കർട്ടന് പിന്നിൽ നിന്ന് കളിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പള്ളിയിൽ അച്ഛന്മാരുടെ സ്ക്വാഡ് BJP-ക്ക് വേണ്ടി ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം അത്തരം സ്ക്വാഡുകളെ ഇറക്കിക്കൊണ്ട്, പുരോഹിതരെ ഇറക്കിക്കൊണ്ട് കളിക്കാനുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞാലുള്ള രൂപരേഖ, മാസ്റ്റർ പ്ലാനൊക്കെ അവർ തയ്യാറാക്കി കഴിഞ്ഞു. ചില സഭാപിതാക്കന്മാരോട് അവർ ഇക്കാര്യം ഡിസ്കസ് ചെയ്യുകയും ചർച്ച നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന് ഈ കത്തോലിക്ക സഭയിലേക്ക് മറ്റേ ബിഷപ്പുമാരുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക സഭയിലെയും കത്തോലിക്ക ഇതര ക്രൈസ്തവ സഭകളിലെയും ബിഷപ്പുമാർ അല്ലെങ്കിൽ പുരോഹിതരുടെ ഒരു സ്ക്വാഡുകളെ ഈ പ്രദേശങ്ങളിലെല്ലാം ഇറക്കി വലിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ പൂഞ്ഞാറ് പോലുള്ള മണ്ഡലങ്ങൾ BJP-ക്ക് പിടിക്കാൻ പറ്റുന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പള്ളിയിലച്ചന്മാരുടെ സ്ക്വാഡും നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം.